ഇന്നത്തെ നമ്മുടെ ലെസൺ വിൽ ഹാവ് ടു, മേ ഹാവ് ടു, മൈറ്റ് ഹാവ് ടു, മസ്റ്റ് ഹാവ് ടു ആൻഡ് വുഡ് ഹാവ് ടു. ഇതൊക്കെ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ മീനിങ് വരുന്നത് എന്നാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ആദ്യം വിൽ ഹാവ് ടു. വിൽ ഹാവ് ടു എന്ന് പറയുന്നത്, ഇപ്പോൾ വിൽ ഹാവ് ടു ഡു, ഡു എന്നാൽ ചെയ്യുക, വിൽ ഹാവ് ടു ഡു എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടി വരും. ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് വെർബിൻ്റെ, ഏത് വെർബ് ആണോ വേണ്ടത് ആ വെർബിൻ്റെ V1 ഫോമാണ്. ഡു എന്നാൽ ചെയ്യുക. ഇനി ഓടേണ്ടി വരും എന്നാണെങ്കിലോ വിൽ ഹാവ് ടു റൺ എന്നാണ് ഉപയോഗിക്കേണ്ടത്. വർക്ക് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാലോ വിൽ ഹാവ് ടു വർക്ക്. അപ്പോൾ വിൽ ഹാവ് ടു കഴിഞ്ഞിട്ട് V1 ഫോമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ മീനിങ് മനസ്സിലായല്ലോ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് നമുക്ക് നോക്കാം. യു വിൽ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും. നിങ്ങൾക്ക് അവനെ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. യു വിൽ ഹാവ് ടു ഹെൽപ്പ് ഹിം. നിങ്ങൾക്ക് അവന് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. യു വിൽ ഹാവ് ടു ഗിവ് ഹിം സം മണി. നിങ്ങൾക്ക് അവിടെ പോകേണ്ടി വരും. യു വിൽ ഹാവ് ടു ഗോ ദർ. നിങ്ങൾക്ക് ഇവിടെ വരേണ്ടി വരും. യു വിൽ ഹാവ് ടു കം ഹിയർ. അപ്പോൾ വിൽ ഹാവ് ടു കഴിഞ്ഞിട്ട് V1 ഫോം ഉപയോഗിക്കുക. ഇനി അടുത്തത് മേ ഹാവ് ടു. മേ ഹാവ് ടു, മേ ഉപയോഗിക്കുന്നത് പോസിബിലിറ്റി, സാധ്യത കാണിക്കുന്നതിനാണ്. അപ്പോൾ യു മേ ഹാവ് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോകേണ്ടി വന്നേക്കാം. വന്നേക്കാം എന്ന് പറയുന്നത് സാധ്യതയാണ്, അതിന് ഉറപ്പില്ല. യു മേ ഹാവ് ടു ഗോ ദർ. അതുപോലെ യു മേ ഹാവ് ടു ഹെൽപ്പ് ഹിം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവനെ സഹായിക്കേണ്ടി വന്നേക്കാം. യു മേ ഹാവ് ടു ഗിവ് ഹിം സം മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവന് കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നേക്കാം. യു മേ ഹാവ് ടു ലേൺ ഇംഗ്ലീഷ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടി വന്നേക്കാം. ഇത് ഒരു സാധ്യതയാണ്. അപ്പോൾ മേ ഹാവ് ടു ഉപയോഗിക്കുമ്പോൾ ഒരു സാധ്യത കാണിക്കുന്നതിനാണ് അത് ഉപയോഗിക്കുന്നത്. മേ ഹാവ് ടു കഴിഞ്ഞാൽ വെർബിൻ്റെ V1 ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഇനി മൈറ്റ് ഹാവ് ടു. മൈറ്റ് ഹാവ് ടുവും ഉപയോഗിക്കുന്നത് സാധ്യത അല്ലെങ്കിൽ പോസിബിലിറ്റി കാണിക്കുന്നതിനാണ്. യു മൈറ്റ് ഹാവ് ടു ലേൺ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചിലപ്പോൾ പഠിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ എന്നായി, അതായത് കുറച്ചുകൂടി സാധ്യത കുറഞ്ഞു. മേ ഹാവ് ടു അതുപോലെ മൈറ്റ് ഹാവ് ടു തമ്മിലുള്ള ഒരു വ്യത്യാസം അതിൻ്റെ ഒരു സാധ്യത, അതിൻ്റെ ഒരു സാധ്യതയിലുള്ള ഒരു കുറവാണ്. അതായത് കൂടുതൽ ചാൻസസ് ഉണ്ട്, കൂടുതൽ സാധ്യതയുണ്ട് എങ്കിൽ മേ ഹാവ് ടു ഉപയോഗിക്കാം. അതല്ല, ചാൻസസ് വളരെ കുറവാണ്, അങ്ങനെയെങ്കിൽ മൈറ്റ് ഹാവ് ടു ഉപയോഗിക്കാം. മൈറ്റ് ഹാവ് ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് V1 ഫോം തന്നെയാണ്. യു മേ ഹാവ് ടു ഹെൽപ്പ് ഹിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവനെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നേക്കാം എന്നല്ലേ. അതുപോലെ യു മൈറ്റ് ഹാവ് ടു ഹെൽപ്പ് ഹിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നേക്കാം, ഒരു പക്ഷേ ഹെൽപ്പ് ചെയ്യേണ്ടി വന്നേക്കാം എന്നൊക്കെ പറയില്ലേ. അതായത് സാധ്യത കുറച്ച് വളരെ കുറവാണ്. യു മൈറ്റ് ഹാവ് ടു ഗിവ് ഹിം സം മണി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവന് കുറച്ച് പൈസ ചിലപ്പോൾ കൊടുക്കേണ്ടി വന്നേക്കാം എന്നായി. അപ്പോൾ മൈറ്റ് ഹാവ് ടു ഉപയോഗിക്കുമ്പോഴും V1 ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് മസ്റ്റ് ഹാവ് ടു. മസ്റ്റ് ഹാവ് ടു എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് വിൽ ഹാവ് ടു ആണ്, ചെയ്യേണ്ടി വരും എന്ന അർത്ഥത്തിൽ. ഇത് ഉറപ്പായിട്ടും ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരിക തന്നെ ചെയ്യും എന്ന് പറയില്ലേ. ചെയ്യേണ്ടി വരിക എന്നുള്ളതിന് കുറച്ചുകൂടി ഒരു എംഫസിസ് കൊടുക്കുമ്പോഴാണ് മസ്റ്റ് ഹാവ് ടു എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെയ്യുക തന്നെ വേണ്ടി വരും എന്ന് പറയില്ലേ, അതാണ്. ഒരുപാട് എംഫസിസ് കൊടുത്തിട്ട് എന്തായാലും അത് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോഴാണ് മസ്റ്റ് ഹാവ് ടു ഉപയോഗിക്കുന്നത്. മസ്റ്റ് ഹാവ് ടു കഴിഞ്ഞിട്ട് V1 ഫോം തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, യു മസ്റ്റ് ഹാവ് ടു കം ഹിയർ. നിങ്ങളിവിടെ എന്തായാലും ഇവിടെ വരേണ്ടി വരും. യു മസ്റ്റ് ഹാവ് ടു ലേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്തായാലും പഠിക്കേണ്ടി വരും. യു മസ്റ്റ് ഹാവ് ടു ഹെൽപ്പ് ഹിം എന്ന് പറഞ്ഞാൽ
അവനെ എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. യു മസ്റ്റ് ഹാവ് ടു ഗിവ് ഹിം സം മണി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അവന് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. എന്തായാലും, അതായത് ഉറപ്പിച്ച് പറയുന്നു. അതാണ് മസ്റ്റ് ഹാവ് ടു. ഇനി വുഡ് ഹാവ് ടു. വുഡ് ഹാവ് ടു എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമുക്കത് ഒരു കാര്യം പറയുമ്പോൾ, ഓ നീ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന് പറയില്ലേ? ഓ നീ വന്നല്ലോ, അല്ലെങ്കിൽ എനിക്കത് ചെയ്യേണ്ടി വരുമായിരുന്നു. ഓ നീ അവരെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരുമായിരുന്നു എന്ന് പറയുമ്പോഴാണ് വുഡ് ഹാവ് ടു ഉപയോഗിക്കുന്നത്. ഐ വുഡ് ഹാവ് ടു ഹെൽപ്പ് ഹിം എന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ സഹായിക്കേണ്ടി വരുമായിരുന്നു. ഐ വുഡ് ഹാവ് ടു ഗിവ് ഹിം സം മണി, എനിക്ക് അവന് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരുമായിരുന്നു. ഐ വുഡ് ഹാവ് ടു ഗോ ദർ, എനിക്കവിടെ പോകേണ്ടി വരുമായിരുന്നു. യു വുഡ് ഹാവ് ടു കം ഹിയർ, നിങ്ങൾക്ക് ഇവിടെ വരേണ്ടി വരുമായിരുന്നു. അപ്പോൾ വുഡ് ഹാവ് ടു ഉപയോഗിക്കുമ്പോഴും ഇതുപോലെ തന്നെ ബേസ് ഫോം തന്നെയാണ് ഉപയോഗിക്കുന്നത്. മീനിങ്സിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രം. പിന്നെ ഒരു കാര്യം, എല്ലാ എക്സാമ്പിൾസിലും നമ്മൾ ഉപയോഗിച്ചത് യു, നിങ്ങൾ എന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. വിൽ ഹാവ് ടു എന്ന് ഉപയോഗിക്കുമ്പോഴും യു, വി, ദേ, ഐ, ഹി, ഷീ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷനിൽ ഒരു വ്യത്യാസവും വരില്ല. മീനിങ്ങിൽ അതനുസരിച്ച് ചേഞ്ച് വരും എന്ന് മാത്രം. ഐ വിൽ ഹാവ് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ പോകേണ്ടി വരും. ഷീ വിൽ ഹാവ് ടു ഗോ ദർ എന്ന് പറഞ്ഞാൽ അവൾക്ക് അവിടെ പോകേണ്ടി വരും എന്നായി. അതുപോലെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഇതിനെല്ലാം വിൽ ഹാവ് ടു ആയാലും മേ ഹാവ് ടു ആയാലും മൈറ്റ് ഹാവ് ടു ആയാലും മസ്റ്റ് ഹാവ് ടു ആയാലും വുഡ് ഹാവ് ടു ആയാലും ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. മാത്രമല്ല ടു കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ബേസ് ഫോം ആണ്. അപ്പോൾ ഈ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ അല്ലേ?